പടിഞ്ഞാറത്തൊരു പുസ്തകകലാ പാരമ്പര്യമായി ഏറെ ഇഴകേർന്നിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ടി.ടി. മുഹമ്മദ് മാഷും പത്മനാശൻ. പത്മനാശും ടി.ടി. മുഹമ്മദ് മാഷും രണ്ടും ഒന്നാണ്. അങ്ങോട്ടൊരു ജീവിതയാത്രയിൽ ഒന്നിച്ച് വെറുതെ തോന്നിയ യാത്ര ചെയ്ത ഈ രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ അധ്യാപക രംഗത്തിൻ്റെ പരിചയങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് ചിത്രീകരിക്കേണ്ടത്. അത് രണ്ടുപേരും അധ്യാപകരാണ്. പക്ഷേ അവരുടെ അധ്യാപന രംഗത്ത് സ്കൂളിലുണ്ടായിരുന്ന അധ്യാപന രംഗത്തിലുണ്ടായ ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ശിഷ്യന്മാർ അവർ പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ മിക്ക വിദ്യാർത്ഥികളെയും അവർ ചേർത്ത് നിർത്തി. സാധാരണ ചെറിയൊരു ശിഷ്യബന്ധത്തിനപ്പുറം അവരുടെ ജീവിത സന്ധാനത്തിന് മാർഗങ്ങൾ വരെ വഴി തെളിയിച്ചു കൊടുത്ത രണ്ട് ഗുരുക്കന്മാരാണ് ഇതിലുള്ളത്. നമുക്കിനി അവരെ കേൾക്കാം. ഞാൻ ജനിച്ചത് കുഞ്ഞിമംഗലം വില്ലേജിലാണ്. എൻ്റെ അച്ഛൻ വയ്യൻ കുഞ്ഞിരാമൻ നമ്പ്യാർ, അമ്മ കൈപ്പൂത്ത പാർവതി അമ്മ. അച്ഛൻ ഒരു കാർഷിക കുടുംബത്തിലായിരുന്നു. അച്ഛനോടനുബന്ധിച്ച് അമ്മയും കാർഷിക വൃത്തിയിൽ തന്നെ. എനിക്ക് ജ്യേഷ്ഠത്തിമാരായിട്ട് 2 പേരുണ്ട്. ഞാൻ ഒരു ആൺകുട്ടി മാത്രമായിരുന്നു. അതിനാൽ അന്നത്തെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് 1939. 39 എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ആകെ ദാരിദ്ര്യത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മിക്ക വീടുകളിലും ദാരിദ്ര്യമാണ്. എങ്കിലും ഞാൻ അത് അറിഞ്ഞിരുന്നില്ല. കാരണം ഒരമ്മക്ക് ഒരു മകൻ ആ ഒരു ആനുകൂല്യത്തിൽ അന്നത്തെ ദാരിദ്ര്യാവസ്ഥ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ സ്കൂളിൽ ചേരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് സെൻട്രൽ UP ആണെങ്കിലും ഞാൻ അമ്മയുടെ വീട്ടിലാണ് താമസം. അതായത് ഇവിടുന്ന് കഷ്ടി 1 കിലോമീറ്റർ അകലെ മുൻഡ്യ നാഗത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടിൽ. അതുകൊണ്ട് എന്നെ ഗേൾസ് LP സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ എൻ്റെ സഹപാഠികൾ ആ ഭാഗത്തുള്ളവരായിരുന്നു. ഗേൾസ് സ്കൂളിൽ 5ാം തരം വരെ അവിടെ പഠിച്ചു. അതിനുശേഷം നേരെ പോകുന്നത് ഗോപാൽ UP സ്കൂളിലേക്കാണ്. ഗോപാൽ UP സ്കൂളിൽ 1953 ESLC പാസ്സായി. അവിടെയാണ് എൻ്റെ ചിത്രകലയുടെ തുടക്കം കുറിക്കുന്നത്. തമ്പാബിഞ്ചർ എന്ന് പറയുന്ന സകലകലാ വല്ലഭൻ ആ സമയം സ്കൂളിന് പുറത്ത് തണലത്ത് കുട്ടികളെ വളരെ രസികതരമായ രീതിയിൽ പല കഥകളും പല ചിത്രങ്ങൾ വരച്ച് കാണിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമൊരു സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ സിഗരറ്റ് പാക്കറ്റ് എപ്പോഴും കയ്യിലുണ്ടാവും. സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് ഇത് ഏഴുമല റെയിൽവേ സ്റ്റേഷൻ, ഇത് നമ്മുടെ പുഴക്കര പാലം, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കുട്ടികളെ ആകർഷിച്ച് ഞങ്ങളുടെ കുട്ടികൾ വളഞ്ഞു നിൽക്കും. അദ്ദേഹം കവിയാണ്, ഭ്രാന്തിന് ചികിത്സിക്കുന്നയാളാണ്, ഗുസ്തി പഠിപ്പിക്കുന്ന ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതേ കവിത എഴുതും. ഇത്തരമൊരു സകലകലാ വല്ലഭൻ്റെ ആശയത്തിലായിരുന്നു ഞങ്ങളന്ന് കുട്ടികളൊക്കെ വളഞ്ഞു നിൽക്കുക. പല കഥകളും പറയും. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സിലബസ് ഭൂമിശാസ്ത്രം, ചരിത്രം, സിവിക്സ് അങ്ങനെ പ്രത്യേകമാണ്. ഇന്നത്തെ സോഷ്യൽ സ്റ്റഡിക്ക് പകരം. അച്ഛൻ എന്നെ തുടർ പഠനത്തിന് സാധ്യതയില്ലാത്തത് കൊണ്ട് എന്നെ പഠിപ്പിച്ചില്ല. അന്ന് മരുമക്കത്തായമായിരുന്നു. അമ്മാവന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അമ്മാവന്മാരെ അടുത്ത് പോയി. അവരും തദൈവ. ഇങ്ങനെ ഇരിക്കുമ്പോൾ 53 കഴിഞ്ഞ് കഴിയുമ്പോൾ 51 കൊല്ലം വരെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കുഞ്ഞിക്കണ്ണൻ നായർ കാഞ്ഞങ്ങാട്, അദ്ദേഹം പറഞ്ഞു, പൂതങ്ങാനെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകാധ്യാപകരായി ജോലി ചെയ്യാനുള്ളൊരവസരമുണ്ട്, നീ അവിടേക്ക് വരുന്നോ ചോദിച്ചു. വീട്ടുകാരെ സമ്മതിച്ചു. ഞാൻ തുടർ പഠനം നിൽക്കുന്നതിനാൽ
നേരെ പൂതങ്ങാനത്തേക്ക് പോയി. അവിടെ ഒരു 4 വർഷം പഠനം തുടർന്നു. 3-4 കുട്ടികളേ ഉള്ളൂ. ഏഴാധ്യാപകൻ എന്നുള്ള എഴുതൽ എന്തെങ്കിലും തരും, അത് കഴിക്കും. അന്നും എൻ്റെ ജീവിത ലക്ഷ്യം ഒരു അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇനി ESLC ട്രെയിനിങ് നിർത്തിയിരിക്കുന്നു. ESLC പാസ്സായവർക്ക് ട്രെയിനിങ് ഇല്ല, അധ്യാപക വൃത്തിയില്ല. ഇനി SSLC പാസ്സായാൽ മാത്രമേ അധ്യാപകനാകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു നിയമം വന്നു. ഞാൻ ഉടൻ അത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. പഠിക്കണമെന്നുള്ള ആഗ്രഹവും അധ്യാപകനാകണമെന്നുള്ള ആ ജിജ്ഞാസയും എന്നെ തളർത്തിയില്ല. വരുമ്പോൾ ഏകാധ്യാപക വൃത്തിയിൽ നിന്നും സ്വരൂപിച്ച ഒരു 150 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ധൈര്യത്തിൽ ഞാൻ ഹൈസ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ അച്ഛൻ മരിക്കുന്നു. അതും ഒരു കാരണമായി തീർന്നു. ആ ജോലി ഉപേക്ഷിക്കാനും ഇവിടെ വന്ന് തുടർ പഠനം നടത്താനുള്ള ആ ത്വരയിൽ ഞാൻ പയ്യന്നൂർ ഹൈസ്കൂളിൽ ചെന്നു. രക്ഷിതാവായി ഇവിടുന്ന് വരാൻ ആരുമില്ല. അമ്മ ഞാൻ അവിടെ ചാത്തു നായർ എന്ന് പറയുന്ന ഒരു പ്യൂണുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ രക്ഷിതാവായി ചേർക്കാൻ വരണം. അടിയോടി പാസ്സായിരുന്നു ഹെഡ് മാസ്റ്റർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ഹെഡ് മാസ്റ്റർ എന്നെ എനിക്ക് അഡ്മിഷൻ തന്നു. ഞാൻ അവിടെ സാങ്കേതികത്വം ഉണ്ടായിരുന്നു. DUൻ്റെ പെർമിഷൻ വേണം. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്റ്റഡി ആയതുകൊണ്ട് അപ്പോൾ ഈ പെർമിഷൻ കിട്ടി. ഞാനവിടെ പഠനം തുടർന്നു. ഈ പഠനം തുടർന്നുകൊണ്ടിരിക്കെ ഇവിടെ നിന്ന് പയ്യന്നൂരേക്ക് ഞാൻ നടന്നു പോകുമ്പോൾ പാരിക്കര മാധവൻ നായനാർ എൻ്റെ പൂർവ്വാധ്യാപകൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം എൻ്റെ വഴിതിരിക്കാനുള്ള ആർട്ടിലേക്ക് വഴിതിരിക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് ഞാൻ പിൽക്കാലത്ത് ആലോചിച്ചു. നീ എപ്പോഴാണോ സ്കൂളിൽ ചേർന്നത്, മാസപ്പണിയെല്ലാം പോയോ? ഞാൻ പറഞ്ഞു, മാസപ്പണി എല്ലാം പോയി, ഇനി ട്രെയിനിങ്ങിന് കിട്ടില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് വരക്കുന്നവനാണ്, നോക്കണം. 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം, നീ നല്ല നന്നായി വരക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ മുരളി രാഘവൻ പയ്യന്നൂർ ആർട്ട് സ്ഥാപനമുണ്ട്, നീ അവിടെ പോയിട്ട് അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വരക്കാൻ പഠിക്കുക. ഏതായാലും നീ പയ്യന്നൂർ ഹൈസ്കൂളിൽ പോകുന്നുണ്ടല്ലോ. ഞാൻ കേൾക്കാത്ത പോലെ ഉടൻ പയ്യന്നൂരേക്ക് എല്ലാം നടന്നിട്ടാണ് പോകേണ്ടത്. പോയി മുരളി രാഘവട്ടൻ്റെ അടുത്ത് ചേർന്നു. രാഘവട്ടനോട് പറയുമ്പോൾ സന്തോഷം അയാൾ സ്വീകരിച്ചു. നമ്മുടെ നാട്ടുകാർ നമ്മളെ ഒരു കുഞ്ഞി ആ നിലയിൽ സന്തോഷം അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം എന്നെ വരപ്പിക്കുന്നത് പബ്ലിസിറ്റി, ബോർഡെഴുത്ത്, ഇതായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പരീക്ഷയ്ക്കിരുത്ത ഒരു മാഷാക്കാനുള്ള ആ കഴിവ് അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. അതിനാണെങ്കിൽ എനിക്ക് സാധ്യതയില്ല, കാരണം അദ്ദേഹം പാസ്സായിട്ടില്ല പരീക്ഷ. അത് ശങ്കര മാഷോട് തന്നെ പറയണം, അതാണ് നല്ലത്. ശങ്കര മാഷെ കണ്ടു, പയ്യന്നൂർ ഹൈസ്കൂൾ ഡ്രോയിങ് മാഷ്. ശങ്കര മാഷെ കണ്ടിട്ട് ശങ്കര മാഷോട് എൻ്റെ ഈ അവസ്ഥ പറഞ്ഞു. പഠിപ്പിക്കണമെങ്കിൽ അതിൽ സ്ഥാപനം വേണം, അതുകൊണ്ട് ഇങ്ങനെയൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല, ഇതൊക്കെ എന്തായാലും പഠിക്കണം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് ശനിയും ഞായറും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വീട് കണ്ടങ്ങാടി. ഞാൻ ഇവിടെ നിന്ന് ശനിയും ഞായറും പാലം കടന്ന് കണ്ടങ്ങാടി വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അപ്സ്റ്റെയർ ബിൽഡിങ്ങിൽ ഫോളിയേജ് ഡ്രോയിങ്, പ്ലാവില, മാവില ഇങ്ങനെയുള്ള ഇത് വെച്ച് ഞാൻ വരക്കും. അദ്ദേഹം കറക്റ്റ് ചെയ്യും. 1-2 മാസം ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും പറ്റില്ല, നിൻ്റെ ഈ യാത്രയും 2 ദിവസവും ഒന്നും ഉണ്ടായാലൊന്നും ഇത് പഠിക്കാൻ പരീക്ഷിക്കാൻ കഴിയില്ല, സ്ഥിരം വരയ്ക്കാൻ വേണം, അതിനൊരു സംവിധാനം നമുക്ക് കാണാം, പയ്യന്നൂർ ടൗണിൽ നമുക്കൊരു റൂം കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു.
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ ജെൻസ് ടൈലേഴ്സ് അതിൻ്റെ മുകളിൽ ഒരു റൂം കണ്ടെത്തി. ആ റൂം കണ്ടെത്തി 10 രൂപ വാടക നിശ്ചയിച്ചു. അതിൽ വെക്കേണ്ട മേശയും ബെഞ്ചും കണ്ടങ്ങാളിയിൽ നിന്ന് തലച്ചമുടായി ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എൻ്റെ ക്ലാസ്സിന് ചെറുതെ പഠിക്കുന്ന കുട്ടിയാണ് പയ്യന്നൂർ ഹൈസ്കൂളിൽ. അങ്ങനെ അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് ഇതും ചുമന്ന് കണ്ടങ്ങാളിയിലേക്കൂടെ നടന്ന് ഈ വരക്കാൻ ഉദ്ദേശിച്ച ആ റൂമിൽ കൊണ്ടുവച്ചു. അവിടെ നിന്ന് വരക്കാനായി. അവിടെ നിന്ന് വരക്കുമ്പോൾ കാലത്ത് 8 മണിക്ക് ഇവിടെ നിന്ന് പോകണം. വരക്കാനുള്ള ആ ത്വര കൊണ്ടല്ലാതെ ഒരു കുട്ടിയും ഇന്നത്തെ ഒരു കുട്ടി പോകില്ല എന്ന് ഞാൻ പിൽക്കാലത്ത് ആലോചിച്ചു. ഇവിടെ നിന്ന് നടന്ന് 8 മണിക്കൂറുകൂടെ പോകും. 1 മണിക്കൂർ നടന്ന് അവിടെ പോയി വരക്കും. 9-10 മണിക്ക് അവിടുത്തെ ക്ലാസ്സിലേക്ക് പോകും. തിരിച്ചു വന്ന് 4 മണിക്ക് വീണ്ടും 1 മണിക്കൂർ വരച്ച് 5 മണിക്ക് ശേഷം അവിടെ നിന്ന് നടന്ന് വീണ്ടും കുഞ്ഞിമംഗലത്തേക്ക് വരും. അന്ന് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചത് ഇത്തരം ഒരു സ്ഥാപനം വളരെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ ഈ വായിക്കാൻ പഠനം മര്യാദയ്ക്ക് നടത്താൻ വേണ്ടി പറ്റുന്നില്ല. 1959 ഞാൻ ഡ്രോയിങ് ലോവർ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായി. അവിടുന്ന് SLC ആകുമ്പോഴേക്കും ഡ്രോയിങ് ഹയർ എന്ന് പറയുമ്പോൾ SSLCക്ക് ഹാഫ് ഇയർലി എക്സാം വരെ SLCക്കും പഠിച്ചില്ല. ശങ്കരഭാഷ് പറഞ്ഞു, നിൻ്റെ ഈ വര കൊണ്ടൊന്നും പോരാ, 5-10 ഹ്യൂമൻ ഫിഗർ വരക്കണം. അപ്പോൾ ഈ പഠനവും ഒന്നുകിൽ SLC വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡ്രോയിങ് ഹയർ വേണമെന്ന് വിചാരിക്കുക, രണ്ടും കൂടെ പറ്റില്ല. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കുഞ്ഞിമംഗലത്തിൽ നിന്ന് ആളുകളെ തിരഞ്ഞു പിടിച്ച് പയ്യന്നൂരേക്ക് കൊണ്ടുപോയി. ഒറ്റയ്ക്ക് വേറെ ആരുമില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് നടത്തുന്നത്. ആർട്ട് ബ്യൂറോ എന്ന് ആ സ്ഥാപനത്തിന് പേരിട്ട് ഒരു നെയിം ബോർഡ് വെച്ചു. എന്തായാലും ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല, രണ്ടും എഴുതിയെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഹാർഡ് വർക്കായിരുന്നു. ഹ്യൂമൻ ഫിഗർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വരക്കും. അങ്ങനെ ഡ്രോയിങ് ഫെബ്രുവരി ഡ്രോയിങ് ഹയർ പാസ്സായി, SLCയും പാസ്സായി. മാർച്ചിൽ രണ്ടും കിട്ടി. ഇവിടെ വന്നു. ഉടനെ തന്നെ ഗോപാൽ UPS സ്കൂളിൽ ഒരു വേക്കൻസി, ഡ്രിക്കം ഡ്രോയിങ്. ഉടനെ നോക്കി ഗോപാൽ UPയിൽ മാസപ്പണി കിട്ടുമെന്ന്. എല്ലാവർക്കും ചിരി. SLC പാസ്സായി, SLCക്കാരൻ മാസമായിട്ട് പോവാൻ ഇടാ. ഡ്രോയിങ്ങിൻ്റെ കപ്പാസിറ്റി അവിടെ ലോവറേ വേണ്ടു. ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയുണ്ട് എനിക്ക്. അപ്പോൾ ഓരോ ലോവറുകാരെല്ലാം ഉണ്ട്. അപ്പോൾ ഡ്രില്ലും കൂടെ പഠിക്കണം. ഞാൻ ഗോപാൽ UPS സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് PSC അപ്ലൈ ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ PSC ഫോറിൽ ഞാൻ കൊടുത്തു. അന്നെല്ലാം വേഗത്തിലാണ്. ഒരു കൊല്ലാകുമ്പോഴേക്കും PSC വിളിച്ചു. പോയി 30 ആൾ കോഴിക്കോട് ഇൻ്റർവ്യൂ. ഞാൻ 6ാമത്തെ റാങ്കുകാരനായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു കാരണം. ഇപ്പോൾ 2 വർഷം ഗോപാൽ UPS സ്കൂളിൽ. അവിടെ നേരെ പാർട്ട് ടൈമായിട്ട് പോസ്റ്റ് ചെയ്തു. 30 രൂപ ശമ്പളം. കായണ്ണ എന്ന് പറയുന്ന UP സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഈ പേരാമ്പ്ര എന്ന് പറഞ്ഞാൽ അതൊരു ടൗണാണ്.
ആ ടൗണിൻ്റെ സ്ഥലത്ത് കോഴക്കോടൻ എന്ന് പറഞ്ഞ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ബോർഡ് എഴുതാൻ നമുക്കൊരു റെഡിയാക്കിയാൽ എഴുതി കൂടെ, ഇതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബോർഡ് എഴുത്തിൻ്റെ സംവിധാനം ആക്കി ബോർഡ് എഴുതാൻ വേണ്ടി. അയാൾക്ക് പഠിക്കണം ബോർഡ് എഴുതാൻ എന്നുള്ള നിലയ്ക്ക്. എനിക്ക് ഈ ബോർഡിൻ്റെ ലേശം ശങ്കരമാഷയിൽ നിന്ന് കിട്ടി. അതിൻ്റെ ലെറ്റർ വായിക്കേണ്ടതും ഉണ്ടാക്കേണ്ടതും ഒക്കെ ആ 2-3 മാസം കൊണ്ട് ഇവിടുന്ന് അത് കിട്ടി. പിന്നെ ശങ്കരഭാഷ എടുത്തു നിന്ന് പേരിയയിലും അതും ഇതൊക്കെയുള്ള അങ്ങനെ കൽപ്പഞ്ചേരിയിൽ നിന്ന് നേരെ മലപ്പുറം ഹൈസ്കൂളിലേക്ക് പോയി. മലപ്പുറം ഹൈസ്കൂളിലേക്ക് പോയ സമയത്ത് മലപ്പുറത്ത് നിന്ന് നമ്മളെ റിവേർട്ട് ചെയ്തു. വീണ്ടും 3 കൊല്ലമായിട്ടുണ്ടാവും. നമ്മളെ റിവേർട്ട് ചെയ്തിട്ട് പിന്നെ പാർട്ട് ടൈമാക്കി. 30 ഉറുപ്പികയ്ക്ക് ജീവിക്കണം. ഞാൻ കേസ് കൊടുത്തു കോടതിയിൽ. കുറേ ആളുകൾ എന്നെ ഓർഡർ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോസ്റ്റില്ല, അതുകൊണ്ട് പാർട്ട് ടൈമാണ്, ട്രെയിനിങ് പോകേണ്ടവർക്ക് വേണമെങ്കിൽ പോകാം TTCക്ക്. അങ്ങനെ പല ആളുകളും TTCക്ക് പോയി. ഞങ്ങളൊരു 5-8 പേരുണ്ട്. അതിൽ ഞങ്ങളൊരു 3-4 പേര് പോയില്ല. ഞങ്ങൾ ഡ്രോയിങ് ടീച്ചറായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പിന്നെ വേറൊന്നിനും പോവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പാർട്ട് ടൈമായി. അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു, ശരി എങ്ങനെ 30 ഉറുപ്പിക കൊണ്ട് ആദ്യകാലത്ത് ജീവിച്ചിരുന്നത്. കൊല്ലം 2 കഴിഞ്ഞു. ഇവിടെ എൻ്റെ അമ്മാവനുണ്ട്, മുണ്ടിയാട് കൃഷ്ണൻ നമ്പ്യാരെ വന്ന് ഞാൻ കണ്ടു. അയാൾ ഒരു കാലത്ത് എന്നോട് പറഞ്ഞാൽ, നീ സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ എന്നെ അയാൾ വലിയ കോൺഗ്രസ്സുകാരനും സ്വാതന്ത്ര്യ സമരസേനാനിയാണ്, എന്നെ ഒരാവശ്യത്തിന് നീ എന്നെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മാവനാണ്, മുണ്ടിയാടിനായാലും, അതായത് 2 അച്ഛൻ അമ്മ ഇല്ല വ്യത്യാസത്തിലുള്ള. ഉടനെ അയാളെ കാണേണ്ട കാരണം, മദ്രാസിൽ ജെമിനി സ്റ്റുഡിയോയിലെ പേഴ്സണൽ സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ്, ചെറുകുന്നുകാരൻ. ഞാൻ പോയി പറഞ്ഞു, ഞാനിങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അയാളെ കാണാൻ എൻ്റെ ഞാനൊന്ന് നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. അപ്പോൾ നാടകം അഭിനയിക്കാനും ഞാൻ നാടകമൊന്നുമല്ല, അതൊന്നും അല്ല, സിനിമയിൽ കയറാനൊന്നുമല്ല. അത് പോയാൽ അവരവിടെ ആട്ടും. എനിക്ക് അവിടെ ആർട്ട് ഡയറക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ഇദ്ദേഹം ഒരു കത്ത് തന്നു. മറ്റു രാഷ്ട്രീയമെല്ലാം മറന്നു. കത്ത് തന്ന് ഞാൻ നേരെ മദ്രാസിലേക്ക്. മാഷിപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ച ജീവിതാനുഭവങ്ങളുടെ ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇല്ലാതെ പോയ എനിക്ക് തോന്നിയതാണ്, ഒന്ന് നമ്മൾ ആ ചെറിയ കാലത്ത് ഉണ്ടായിട്ട് നമ്മുടെ സൗഹൃദം ഉണ്ടാവില്ല, അടുത്ത കൂട്ടുകാരും അവിടെ അന്ന് നമുക്ക് അയച്ച കളികളുണ്ടാവും. സാധാരണ ഇന്നത്തെ വ്യത്യസ്തമായിട്ട് കളികൾ ആയിരിക്കും. അതെന്തൊക്കെയാണ്? അതേപോലെ തന്നെ മാഷെ പിന്നെ പഠിക്കുമ്പോൾ മാഷ പറഞ്ഞിട്ട് പിന്നെ ചിത്രകലയും മറ്റേ സാധാരണ വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത്രയും ഒരു വളരെ സാഹസമായ ഒരു കളിയാണ്. വളരെ സാഹസം നമുക്ക് തോന്നും. കാരണം എന്തായാലും മാഷി ഇത്രയും തരി നടന്നു പോകുന്നു, അന്നൊരു പെരപ്പത്ത് പാലും ഉണ്ടാവില്ല, കട നടന്നിട്ടാണ്. ഒത്തിരി സാഹസം ചെയ്ത് വളരെ കാലത്തായി പോകുമ്പോൾ നമുക്ക് ഉച്ചക്ക് മാറിയിട്ട് പോകാൻ സാധ്യത ഇല്ല. അത് വെള്ളം കുടിച്ചിട്ട് കുപ്പികളായിരിക്കുമല്ലോ. എന്താ അപ്പോൾ അപ്പുറം ഒരു വളരെ സാഹസമായിട്ട് വളരെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ പറഞ്ഞു കഴിയുമോ അല്ലെങ്കിൽ കുട്ടി പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ പറയാൻ സാധ്യതയില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ നമ്മളെ പിന്നെ വളരെ ടച്ച് ചെയ്ത കുറേ അനുഭവങ്ങളുണ്ടാകും. അതുകൂടെ മാഷ് പറയണമെന്നേ. ടച്ചിൽ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അധികം സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ ഇല്ല. ഒറ്റയ്ക്ക് നടന്നിട്ടാണ് പോവുക. ഒരു ഗുമസ്തൻ ബാലാട്ടനുണ്ട്, അയാൾ വക്കീൽ ഗുമസ്തനായിട്ട് പോകും. ഞാനിവിടെ നടന്നിട്ട് പോകുമ്പോൾ അയാളെ മാത്രം കിട്ടും. മറ്റുള്ള കുട്ടികളൊന്നും വരാനായിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്തും അത് തന്നെ. ഞാൻ 5 മണി 6 മണിക്ക് അത് തിരിച്ചു വരിക. തിരിച്ചു വന്നാൽ വീട്ടിലുള്ള അവസ്ഥ സാധാരണ എനിക്ക് ഈ ആഹാരം കഴിച്ചാൽ ഉറക്കം വരും. അതുവരെ വായന ഇവിടെ എത്തുമ്പോൾ തുടങ്ങേണ്ടത് ഏകദേശം 7 മണി.
ഇതുവരെ അമ്മ പട്ടിണി കിടന്ന് നിൽക്കും. 10 മണി വരെ ഞാൻ വായിക്കും. കഠിനമായ വായനയാണ്, യാതൊരു രക്ഷയില്ല. SLC എല്ലാം ഇതുവരെ അമ്മ ഉറങ്ങാതിരിക്കും. 11 മണി ഞാൻ നീണ്ടാൽ അമ്മ അതുവരെ ഭക്ഷണം കഴിക്കാതിരിക്കും. കാലത്ത് കൊണ്ടുപോകേണ്ട ഭക്ഷണം അമ്മ തരും. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ണപ്പതാട് ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഇരുന്നാൽ ഒരലയും കറിയും അയാൾ തരും. ഒരണയെ കൊടുക്കണ്ടു. ചോറ് നമ്മൾ കൊണ്ടുപോകും, കാരണം 4 അണയാന്ന് ഊണിന്. അപ്പോൾ അതും ഒരു നാണക്കേടാണ്. എല്ലാവരും ഉണ്ണുമ്പോൾ നാണക്കേടൊന്നും നമ്മൾ വിചാരിക്കാറില്ല. ഇത് കണ്ടപ്പോൾ അവിടെ പോയിരിക്കും, നമ്മൾ ചോറ്റുപാത്രം കൊണ്ടുപോകും, ഇല വെക്കും, ചോറയിൽ തട്ടും, ഒരണ അട വെക്കും. ഇങ്ങനെയാണ് ആഹാര രീതി. അതേസമയത്ത് ബോംബെ ഹോട്ടലിൽ 6 അണ. അവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നമുക്ക് പൈസയില്ല. അപ്പോൾ അത്ര സൂക്ഷിച്ചിട്ടുള്ള ജീവിതം. കുഞ്ഞിമംഗലത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പണ്ടത്തെ അധ്യാപകരായിരുന്നു ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ അബ്ദുള്ള മാഷ്. കുഞ്ഞിമംഗലം ഹൈസ്കൂളിൽ നിന്ന് ഏകദേശം ഒരു 5 ഫുൾ ടൈം പീരീഡ് വന്നതിന് ശേഷം കുഞ്ഞിമംഗലത്ത് തന്നെ ആക്കി. കുഞ്ഞിമംഗലത്ത് ആക്കിയ സമയത്താണ് എൻ്റെ ഇരിക്കുന്ന ഈ മച്ചൻ ഒപ്പമാഷ് എന്നോട് പറയുന്നത്, നമുക്ക് നിങ്ങളുടെ കുറേ ദൂരെ പോയി എല്ലാം പഠിച്ചതല്ലേ, ഇവിടെ ഒരു ഡ്രോയിങ് ക്ലാസ് തുടങ്ങിയാലോ, എനിക്ക് ഹയർ പരീക്ഷയ്ക്ക് ഇരിക്കണം, മോഹന മാഷ്ക്കും ഹയർ പരീക്ഷയ്ക്ക് ഇരിക്കണം. ഞങ്ങൾ 2 ലോവറുകാരാണ്, 2 മാഷന്മാരാണ്. അതും ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിടോ, ഹയറിൽ നിന്നും ക്ലാസ് എടുത്തിട്ടൊന്നുമില്ല, അതെല്ലാം എല്ലാം ശരിയാവും. അവരുടെ ആത്മധൈര്യത്തിലാണ് ഇതൊരു ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചത്. ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇട്ടമ്മൽ കൃഷ്ണൻ മാസ്റ്റർ സ്റ്റുഡൻറ്റ് ഇട്ടമ്മൽ കൃഷ്ണൻ, നാരായണൻ, ഗോപി നാരായണൻ, കുഞ്ഞിമംഗലം നാരായണൻ എന്ന് പറയുന്ന ഗോപി നാരായണൻ, ജയറാമൻ, ഇവർ 3 പേരും ഇവർ 2 പേരും കൂടെ 5 പേരും കൂടെ ആണ് അതിൻ്റെ മുകളിൽ ക്ലാസ് തുടങ്ങുന്നത്. 5 ഉറുപ്പ്യ വാടകയ്ക്ക് ക്ലാസ് തുടങ്ങി. ഒരു വർഷമായി അവർ ജയറാമൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ജയറാമനും നാരായണനും ഇട്ടമല കൃഷ്ണനും 3 പേരും പരീക്ഷ പാസ്സായി. മോഹന മാഷ് ഹയർ തോറ്റു, പപ്പ മാഷ് പാസ്സായി. പിന്നെയാണ് അറിഞ്ഞിട്ട് ആളുകൾ വരാൻ തുടങ്ങിയത്. കാരണം ഇവർക്ക് വാസ്തവത്തിൽ സ്വർഗീയ സുഖം കിട്ടിയ മാതിരിയാണെന്നാണ് ഞാൻ വിചാരിക്കുക എപ്പോഴും. കാരണം ഞാൻ യാത്രയും പഠിക്കാൻ വേണ്ടി പോയ ആ ദാഹവും ഇവർക്ക് ഇവിടത്തേക്ക് മാത്രം വന്നാൽ മതി നടന്നിട്ട്. പക്ഷെ അവർ ഹാർഡ് വർക്ക് ചെയ്തവരവർ. കാലത്തെ 8 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇവിടുന്ന് വരച്ച് പിന്നെ സ്കൂളിൽ പോയി വൈകുന്നേരം സ്കൂൾ വിട്ട ഉടനെ വന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ സ്ഥിരമായിട്ട് വരച്ച്. ഞാൻ പാസ്സായ മാതിരി തന്നെ SLC പാസ്സാകുമ്പോഴേക്കും ഹൈസ്കൂൾ മാഷയുടെ യോഗ്യത 2 പേരും. അപ്പം മാഷ് ആദ്യത്തെ പോക്ക് തന്നെ ഹയർ പാസ്സായി. മോഹൻ മാഷ് തോറ്റു, അത് നിർഭാഗ്യം. കാരണം ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ മേശപ്പുറത്തെ കൈകൊണ്ട് തട്ടി മഷി പേപ്പറിൽ പറഞ്ഞു പോയി. പിന്നെ പുള്ളി പരീക്ഷയ്ക്ക് പോയിട്ടില്ല. ഈ ഒരു സാഹചര്യം ഒരാൾക്കും കിട്ടില്ല. ഇത്രമാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിനടുത്ത് തന്നെ പോയിട്ട് അത് കിട്ടൽ അന്ന് ഇവിടെ ഒരു സ്കൂൾ ആർട്ട് സ്കൂൾ തുടങ്ങാൻ കാരണം അതിൽ വലിയ ത്യാഗം സഹിച്ചിരുന്നു. കാരണം നമുക്കിവിടെ കയറാൻ പറ്റാത്ത അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വരുമ്പോൾ ഇട്ടമകൃഷ്ണൻ്റെ പേരിൽ ബോർഡ് വെച്ചു. ആർട്സ് പയ്യൻ എന്നുള്ള ബോർഡിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിപ്പോൾ ഇട്ടമകൃഷ്ണനെ ഇവിടുത്തെ മാഷാക്കി വെച്ചിട്ട് ഇട്ടമകൃഷ്ണനായി നടക്കുന്നു എന്നുള്ള ഒരു കപട നാടകം കളിച്ചിരുന്നു. പാവം ഗൾഫിൽ നിന്ന് മരിച്ചു, വളരെ സങ്കടം തന്നെ. അതേപോലെ തന്നെ നമ്മളെ മാഷന്മാരായിട്ടുള്ള ഇവർ 2 പേരും
അത് ജയറാമും നാടന്മാഷും ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ അഭിമുഖത്ത് പറഞ്ഞാണ് മാഷനെ എനിക്കല്ല. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ നിങ്ങളിങ്ങനെ അപ്പോൾ അത് ഞാൻ പോലും അറിയില്ല, സത്യം എനിക്കറിയില്ല. അതിൻ്റെ PSC അപേക്ഷ പോലും ഭാഷ നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു എന്നാ കേട്ടത്. എല്ലാവരും ജോലി ഇത് പറഞ്ഞാൽ വലിയ ഇത് വന്ന് ശരിയായിട്ട് പോയിട്ട് ജോലി അങ്ങനെ പരീക്ഷ ഇന്നാന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ഗുരുനാഥൻ നമുക്ക് വേറെ കിട്ടൂലെന്ന് വളരെ സന്തോഷത്തോടെയും ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം രണ്ടുപേരും പരീക്ഷയ്ക്ക് ഇരിക്കലും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഞാൻ കൂട്ടിയിട്ട് പോവും, അവിടെ പരീക്ഷയ്ക്ക് ഇരുത്തും, അച്ഛനും വരും. അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും ശിഷ്യന്മാർ ഒരുപടിയുണ്ട്. കൃഷ്ണൻ നമ്പൂതിരിയുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഉത്തമൻ, നമ്മളെ വിനോദ്, സുരേന്ദ്രനുണ്ട്, ഹയർ പാസ്സായ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഹയർ പാസ്സായ ഡോക്ടർ കൃഷ്ണൻ. അവരൊന്നും ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവർക്കിത് വളരെ ഉപകാരപ്രദമായിരുന്നു ജീവിതത്തിൽ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ ഗണേഷ് കുമാർ, ഈ കാലഘട്ടത്തിലായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഥ പറയാണ്ട് പറ്റില്ല. കാരണം ഗണേഷ് കുമാർ ഒരു ഇൻലൻഡ് കത്ത് ഇവിടെ കിട്ടുന്നു. എനിക്ക് ഇൻലൻഡ് കത്ത് കിട്ടി. ഗണേഷ് കുമാറിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിൽ പറയുന്ന ഗണേഷ് കുമാർ ആണ്ടാങ്കോവിൽ ഹൈസ്കൂളിനടുത്ത് താമസിക്കുന്നവരാണ്. എനിക്ക് ചിത്രകല പഠിക്കണമെന്നുണ്ട്. സാറ് അവിടെ സ്ഥാപനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പഠിക്കാനുള്ള സാഹചര്യം എല്ലായിട്ടും. അതുകൊണ്ട് പിന്നെ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റേത് എന്ന് പറഞ്ഞ ഒരു ഇൻലൻഡ്. ഈ ഇൻലൻഡ് ഞാൻ വായിച്ചിട്ട് ഇതാരിപ്പോൾ ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാവില്ലേ, അച്ഛനോ ബന്ധുക്കളോ ആരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു കത്ത് ഇടത്തേക്ക് വരണ. ഞാൻ വിചാരിച്ചു കത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയി. എൻ്റെ മകൻ ഈ കത്ത് കണ്ടിട്ട് അവരിത് വായിച്ചിരുന്നു. ഓരോ ദിവസവും ഞാനെടുത്തപ്പോൾ ഇയാൾ പോയിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞു എന്തെന്ന്, ഒരു അവസരമായിട്ട് വരാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണണ്ടേ നിങ്ങൾ. ഓരോ നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഓരോരോ വട്ടവും സ്കൂളിൽ പോയിട്ട് സ്കൂളിൻ്റെ അടുത്താണെന്നും പറഞ്ഞില്ല കത്തിൽ. ഒരു ദിവസം ഞാൻ പോയി. അപ്പോൾ ഇയാളുടെ പിന്നെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെ ദയനീയ അവസ്ഥ തോന്നി. ഞാൻ എന്തുകൊണ്ട് നേരത്തെ പോയില്ല, ഒരു മാസം നീട്ടിയല്ലോ എന്നുള്ള നിലയായി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതേപോലെ ഞാൻ ജയന്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർക്ക് ഞാൻ പോയിരുന്നു പല്ല് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരു മൗത്തൻ ഫുഡ് ഇല്ലേ, ഒരു ഇവരുണ്ട് ഇതുപോലുള്ള ആ സംഘടന നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് വരക്കാൻ അറിയെങ്കിൽ ഇതിൻ്റെ ഹോബി എന്താണെന്ന് ചോദിച്ചു. എനിക്ക് വരക്കാൻ അറിയെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ അവരതിന് ഇതിലേക്ക് അംഗമായിട്ട് എടുക്കുമെന്നു. അത് ശരി, എന്താ നമുക്ക് നോക്കണം, വിട്ടുകൂടാം എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യം മുതൽ ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്ന മോഡൽ, ലോവറിൻ്റെ വെച്ച് കൊടുക്കുന്ന മോഡൽ അവിടെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതാടെ വീട്ടിൽ വെച്ച് കൊടുക്കും. ഞാൻ പോകും, ഇൻ്റർവൽ ടൈമിൽ വന്നിട്ട് ഇത് കറക്ഷൻ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം ചില സമയത്ത് ഉച്ചയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ഇൻ്റർവെൽ വൈകുന്നേരം പോകും. ഇങ്ങനെ സ്ഥിരം ഒരു കൊല്ലം കൊണ്ട് ഏകദേശം ലോവറിൻ്റെ എല്ലാം ഇതാക്കി. പിന്നെ പിറ്റേത്തെ കൊല്ലം ഹയറിൻ്റെ പരീക്ഷയുടെ വെറുതെ പോയിട്ട് ആളെ വരെ നിർത്തിയിട്ട് വരച്ചു. അങ്ങനെ നല്ലൊരു ചിത്രകാരനാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ആദ്യം ഗണേശന് ഭയങ്കര പേടിയായിരുന്നു. അവർ ഇൻഫെക്ഷന് വരുന്ന സമയത്ത് മാഷ് വരണം, എൻ്റെ അടുക്കി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിടോ
അടുക്കിയിരുന്നാൽ ഇയാളാരാന്ന് ചോദിക്കാൻ ഒരു മാഷ് എൻ്റെ ഇത് സഹായം കൊണ്ടാണ് നീ വരക്കുന്നു വരില്ല കൊണ്ട് ഞാൻ വരികയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ചെയ്തോ, എനിക്ക് നിന്നെ എടുക്കും അവർ. അങ്ങനെ ആ ഒരു സഹായം എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും വേതനം തരാൻ വേണ്ടി നോക്കിയില്ലെന്ന് കൊടുക്കും മാടായി ബാങ്കിൽ ഡെപ്പോസിറ്റ് എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ്. എന്തിനായി ഇറക്കി പൈസ മാഷേ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ആവശ്യമായിരുന്നു, നിന്നെ എൻ്റെ അമ്മ ഇപ്പം നോക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ഒരാളെ നിർത്തിയിട്ട് എനിക്ക് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് പൈസേനെ പറ്റിയിട്ട് പൈസ വന്നോട്ടെ. അതിന് ശേഷമാണ് വീടും ഇതൊക്കെ എടുത്തത്. അവരുടെ കഠിനാധ്വാനം തന്നെയാണ്. മാഷ് നാരായണ മാഷ് ഒന്നിച്ച് ഒരേപോലെ യാത്ര ചെയ്ത അവിടുത്തെ ബന്ധു സുഹൃത്തൊക്കെയാണ്. മാഷ്ക്കും മാഷയുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ടോ? കുറച്ച് പറയാം. അപ്പോൾ എൻ്റെ ജനനം 1943 പിന്നെ അച്ഛൻ്റെ പേര് കൈപ്പുറത്ത് ചിവാരത്ത് കൈപ്പുറത്ത് വലിയ കൃഷ്ണൻ നമ്പ്യാർ. 2-3 കൃഷ്ണൻ നമ്പ്യാരുണ്ടാവുണ്ട്. KT നാരായണ മാസം കാരണവരാണ് മൂത്ത. കേട്ടോ, അമ്മ ഉച്ചരമ്മ, ഞാനൊരു മകൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരൻ അമ്മക്ക് വേറെ എല്ലായിടത്തില്ല, ഞാൻ അതിൻ്റെ അച്ഛൻ്റെ ഞാൻ മാത്രമേ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതചര്യ എന്ന് വെച്ചാൽ കാർഷിക മേഖലയാണ്. അമ്മ ജോലിക്ക് പോകണം, അത് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്കും ഭക്ഷണമുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ആദ്യം കണ്ടംകുളങ്ങര സ്കൂൾ, അന്ന് LP സ്കൂളാണ്, സെൻട്രൽ UP എന്നൊന്നും പേര് വന്നിട്ടില്ല, കണ്ടംകുളങ്ങര, അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. 5ാം തരം വരെ പഠിച്ചു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവി ടീച്ചറാണ്. പിന്നെ ദേവി ടീച്ചറുടെ ഭർത്താവ് ഗോപാലൻ മാഷ്, അത് മാഷായിരുന്നു. ഞാൻ വെക്കേഷനിൽ അമ്മയുടെ കൂടെ കൊയ്ത്തിന് പോകാറുണ്ട് സഹായിക്കാൻ പറ്റും. അപ്പോൾ തിരിഞ്ഞെത്തുമ്പോൾ ഗോപാലൻ മാഷ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, പത്മനാഭ മോശമല്ല, ഏതായാലും മദ്വാനിക്കുന്നുണ്ടല്ലേ, അതാണ് അമ്മ പറയും മാഷെ ജീവിക്കണ്ടേ, ആയിക്കോട്ടെ നല്ല കുഞ്ഞാവും. അങ്ങനെയാണ് ഗോപാലൻ മാഷ് പറഞ്ഞത്. അയാൾ പിന്നെ കുപ്പാടക്കും ഗോപാലൻ നമ്പ്യാരാണ് ഗോപാലൻ മാഷ്, നിങ്ങൾക്കറിയാതെ. അതിനുശേഷം 6ാം തരം മുതൽ ഗോപാൽ HE സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് UP ഒന്നുമില്ല. അവിടെ ഗോപാലൻ മാഷാണ് ഹെഡ് മാസ്റ്റർ ആൻഡ് മാനേജർ. അവിടുത്തെ വിദ്യാഭ്യാസം ESLC ആണ്, മദ്രാസ് ഗവൺമെൻറ്. 1957 പാസ്സായി. അതിന് ശേഷം പയ്യന്നൂർ ഹൈസ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൈസയില്ല, അമ്മയുടെ കാർഷിക വർഷം കൊണ്ട് ഫീസ് കൊടുക്കാൻ പൈസയില്ല. പിന്നീട് ഞാൻ മിക്കവാറും കാർഷിക മേഖലയിലേക്ക് വ്യതിചലിച്ചു. ആ കാർഷിക മേഖലയിൽ നമ്മുടെ ഗോപാലൻ മാഷയുടെ കണ്ടെത്തലുമൊക്കെ പണിയെടുത്ത് പിന്നീട് അവരുടെ വീട്ടിൽ ഒരു ബാലവേലക്കാരൻ പോലായി ഇവിടുന്ന് സേവനങ്ങൾ ചെയ്ത് അവരുടെ വീട്ടിൽ സ്ഥിരമായി താമസമാക്കി അമ്മയുടെ കൂടെ അമ്മയും ഞാനിരിക്കും. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഓലമേഞ്ഞ പുൽപ്പുരയായിരുന്നു. അവിടെ നിന്ന് ഗോപാലൻ മാഷയുടെ കൂടെ നിന്ന് പിന്നെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രകലയിലേക്ക് ചെറിയൊരു ചാട്ടം എന്ന് വെച്ചാൽ പിന്നെ ഗോപാൽ HE കാരക്കാടൻ മാഷ്, കൃഷ്ണൻ നമ്പൂരി മാഷ്, അയാൾ അന്ന് നമ്മളത് ചിത്രം വരക്കുന്ന മാഷ്, ഡ്രോയിങ് മാഷൊന്നുമല്ല, വരക്കും. അയാളാണ് ഈ കാളേൻ്റെ ഒക്കെ ചിത്രം കടന്നിട്ടില്ല. അപ്പം ഞാൻ വരക്കും. പത്മനാഭാന്ന് എനിക്ക് നല്ല കഴിയുണ്ടല്ലോ, നീ കുറച്ച് നന്നായിട്ട് വരക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കാരക്കാടൻ മാഷ്. അല്ല സാർ ഇങ്ങനെയൊക്കെ എന്നെ വരച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യാന്നല്ലാതെയുണ്ട്. അത് കഴിഞ്ഞ് വീട് വന്നപ്പോൾ ഈ നമ്മളന്ന് ഗോപാലൻ മാഷയ്ക്ക് കുറേ തേങ്ങയുണ്ട്, അത് കൊത്തിയിട്ട് ഉണക്കാനിടണം. അപ്പോൾ കാക്കേനെ നോക്കും ഞാൻ അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇത് വിരിക്കൽ. അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് ചുമരുണ്ട്, അതിൽ ഞാൻ മഹാത്മാഗാന്ധി തമിഴം പറഞ്ഞ് പൊളിച്ച് കരിക്കറ്റുകൊണ്ട് വരച്ചു. അത് കഥനോകളല്ല. അപ്പോൾ ഈ ഒരു ചിത്രം കൂടെ അപ്പോൾ വാഴാട്ടം അതിലേക്കൂടെ വീട്ടിലിടക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മളെ മത്സ്യം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ എനിക്കൊന്ന് ചിത്രം വരക്കാൻ പോകാൻ താല്പര്യമുണ്ട്. ഞാൻ എന്നാൽ പിന്നെ പയ്യന് ഒരു ശങ്കരൻ കൂടി എടുക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹം ആണെന്ന് വരച്ചിട്ട് ഇയാളാണ് ഹയറിൽ പഠിക്കുകയാണ് 1961. അപ്പോൾ പിന്നെ എനക്കും ചെറിയൊരു നവരെ വല്ല പോയി നോക്കിയാലോ ഓരോ വർഷമൊക്കെ നിൽക്കുകയും വേണം, ഇത് വേണ്ടേ, വർഷം വേണ്ടേ. അപ്പോൾ ഫീസ് കൊടുക്കാൻ പൈസയില്ല. TM ഗോവിന്ദൻ നമ്പ്യാർ ഗ്രാമസേവകൻ,
ടീം 5 ഉറുപ്പ്യ ഒന്ന് തന്നെ ഫീസ് കൊടുക്കാൻ വേണ്ടി ശങ്കരനടി ഒടിയിക്കാതെ കൊടുക്കുന്നുണ്ട്. രാവിലെ ഇവിടുന്ന് അലുമിനിയം പാത്രത്തിൽ കഞ്ഞിയാക്കി അതിൻ്റെ കവറിൽ ലേശം കാമ്പ് ഉപ്പേരി വെച്ചിട്ട് ഞാനിരുന്ന് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാം. കോവൻ്റെ പാത്തി കിടന്ന് പൊടിച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ 61 അത് പാസ്സായി. വീണ്ടും പിന്നെ രാഷ്ട്രീയ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഗോപാല മാഷ് സ്കൂളിൽ ഒരു പ്യൂണിൻ്റെ പോസ്റ്റ് ഗോപാല മാഷ് തന്നു. അത് ഗോപാല മാഷ് സ്കൂളിൽ അങ്ങനെ കുറേശ്ശെ അവരുടെ ആ ജോലിയുടെ ഇടയുടെ ഇറക്കുന്ന എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ പെരുമാറി ചെറിയൊരു പൈസയിൽ ഒരു 40 ഉറുപ്പ്യ കിട്ടും ഒരു മാസത്തിൽ. അപ്പോൾ കണ്ണൂർ ട്രഷറി പോകണം. അന്ന് ബാങ്കെല്ലാം കണ്ണൂരാണ്. കുഞ്ഞനാഥ മാഷ് ഇയാളുടെ ഗോപാല മാഷ് മരുവനാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മേനേജറാണ്. അപ്പോൾ കണ്ണൂരാണ് ശമ്പളം മേടിക്കാൻ വേണ്ടി ശിവാജിയാണെന്ന് പൂണ്ട് ഞാനും ബാങ്കെല്ലായിട്ട് പോയി. അവിടെ പോയി അപ്പോഴേ അവിടെ കുറേ ആളുകൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സർവേ ചെയ്താൽ പോലീസിലേക്ക് ആളെ എടുക്കുന്നു. അപ്പോൾ വേറെ ആളെ പോയിട്ട് ടോക്കൺ വെച്ച് കൃഷിയിൽ വെച്ച് ബില്ലാരെ പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ ശമ്പളം കിട്ടുന്ന കുറേ സമയം വെയിറ്റ് ചെയ്യണം. അത് കീശയിൽ വെച്ചിട്ട് നേരെ ഈ ക്യൂവിൽ പോയിട്ട് ഞാനൊന്ന് നിന്നു. അതിനുശേഷം ആരോഗ്യമുണ്ട് ഇല്ല പിന്നെ നിങ്ങൾക്ക് കലമൊന്നും നോക്കിയില്ല. അത് കൊടുത്ത് പേരെല്ലാം കൊടുത്ത് പിന്നെ വീട് ഒന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ തിരിച്ചിവിടെ വന്ന് ആളൊന്ന് 2 ആഴ്ച കഴിയുമ്പോൾ ഇൻറ്റിമേഷൻ വരുന്നു. സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല, ഹാജരാക്കണം. പിന്നെ 2 പ്രമുഖ വ്യക്തികളുടെ പേരും തരണം. അപ്പോൾ അന്ന് ഞാൻ മഞ്ചപ്പള്ളി റമ്പൂരിൽ ഒന്ന് യു പി വണ്ടിയിൽ പോകുമ്പോൾ അത് 2 പേര് കൂട്ടി കൊടുത്ത് വൃത്തിയും ചെയ്ത് അമ്മേടി ഇല്ല. ആൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ വരും. കേരള പോലീസിലേക്ക് സെലക്ഷൻ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് നമ്മൾ കഴിഞ്ഞില്ല. എന്നെ വേറെ ട്രെയിനിങ് ഞാൻ നേരെ ഇവിടത്തേക്ക് വരാൻ വിചാരിച്ചിരുന്നു. അവിടെ സ്പെഷ്യൽ ആകുമ്പോൾ പോലീസിലാണ് ജോലി. ആ തിരുവനന്തപുരത്തേക്ക് അടുത്തിന്. പക്ഷേ ഞാൻ വിട്ടില്ല, പോയി. കാരണം ഇതിനൊക്കെ പൈസ വേണ്ട നമുക്ക്. അവിടെ വേറെ ഇവിടെ പോയി അവിടെ ജോയിൻ ചെയ്ത് പിടിച്ച് കാര്യങ്ങളൊക്കെ നടന്ന് എങ്ങനെ അമ്മേനെ കാണും. അമ്മ വയസ്സല്ലേ ഇടാ. അല്ല 1967 ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഞാൻ അവിടെ ക്യാമ്പിൽ പിടിച്ച് നേരെ കണ്ണൂരേക്ക് വന്ന് കണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടറെ പിടിച്ച് പയ്യന്നൂരേക്ക് വന്ന് പയ്യന്നൂരിൽ നിന്ന് സബ് ഇൻസ്പെക്ടറെ പിടിച്ചിട്ട് നൈറ്റ് പെട്രോളിങ് ആക്കി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക്. ഞാനും ഇതിലേക്കൂടെ ഇന്ന് കണ്ട കൂടെ പഞ്ചായത്തിലുണ്ട്. അവിടെ സ്കൂളിൻ്റെ കാര്യം പകല് വരുന്നുണ്ട്. തലേദിവസമുണ്ട് പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് ഇലക്ഷൻ ആകല്ല നമ്പൂർ ആകാണ്ട് മുട്ടും. ഞാൻ ടീം മറ്റേ തൂക്കുമായിട്ട് ഞാൻ നമ്മൾ പപ്പനല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ബഹുമാനിച്ചു. ഞാൻ തന്നെയാണ്. നീ തിരിഞ്ഞിട്ടാ നീ അങ്ങനെ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞു ഞാൻ അമ്മേനെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നാ ശരി നന്നായി മോനെ. ഞാൻ പറഞ്ഞത് ഞാൻ സെൻട്രൽ യു സ്കൂളിലേക്ക് ഡ്യൂട്ടി. കാരണം ഈ സർക്കിളാണ് ഞാൻ പറഞ്ഞു. നേരെ വേളാരി പി സ്കൂളിൽ നിന്ന് നേരെ വിട്ടുകൊടുത്തേക്ക് ഈ ഇതിലെ കൊടുത്തു. ഇത് 63 തന്നെ അടിയ താമസം ഉണ്ടായ റേഡാണ്. അതിനൊന്ന് പേരക്കെട്ടാണ്. അന്നേരം ഇവിടെ വന്ന് സെൻട്രൽ യു പി സ്കൂളിൽ വീട്ടിൽ നിന്ന് കയറി ജീപ്പാണ് നിർത്തിയത്. അമ്മ തച്ചരിച്ച് പോലീസ് വന്നിട്ട് എൻ്റെ വീട്ടിൽ മോനാന്ന് എഴുതിയില്ല. തന്നെയായിട്ട് അവസാനം അപ്പം അടുത്ത വീട്ടിലൊരു പെണ്ണുങ്ങൾ വിളിച്ചാൽ അത് നിങ്ങളെ മോനാനും ചിരം നമുക്ക് സമാധാനം. അങ്ങനെ ആ പൊടിയെല്ലാം കൂടെ കഴിഞ്ഞ് 3-4 കൊല്ലം 1967 നമ്മൾ പിരിച്ചുവിടാൻ ഓർഡറാക്കി. അടുത്തേക്ക് പിരിച്ചുവിടുന്ന എങ്ങനെ വെച്ചാൽ പിന്നെ CRPയിലേക്ക് റെഫർ ചെയ്തു. അന്നേരം ഈ ചൈന യുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പോൾ CRPയിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഇനി നടക്കും. ഇത് CRP പോയപ്പോൾ അമ്മ ബാക്കിയുണ്ടാവുക. ഞാൻ എൻ്റെ പണിയെടുത്തു. എന്തായാലും വഴി വെച്ച് എന്നോട് ഈ ലേഖൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡ്രോയിങ്ങിൻ്റെ. ബാലൻ മാഷ് മതി. ബാലൻ മാഷ് അവിടെ BA പരീക്ഷയ്ക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ കൂടെ എടുത്തു. ഇയാൾ വരുന്നതിന് വിവരം അറിഞ്ഞിട്ട് ഇയാൾ കൊണ്ടുവന്ന് എല്ലാ ഏർപ്പാടും ചെയ്തു. റൂമെല്ലാം മുക്കി. അയാൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നതാണ്. എല്ലാ കാര്യത്തിലും പറഞ്ഞ് രാത്രി പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് വിളിച്ചെല്ലാം കൂടെ ആയിട്ടാകുമ്പോൾ ബാലാട്ട ഒരു രക്ഷയില്ല. ഇത് പണിയും പോകുമല്ല. നീ എന്തിനു വിളിച്ചിട്ടിപ്പോൾ നിനക്ക് അവിടെ ഡ്രോയിങ്ങിൻ്റെ പോസ്റ്റില്ലേ നീ അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു ഗോപാലൻ മാഷ് എന്നെ ചേർക്കുക. അയാൾ ധിക്കരിച്ചിട്ടാലേ പോലീസ് പോയിട്ട് ആളുന്ന നീ വേപ്പാ നീ പഠിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ഗോപാലൻ്റെ കത്ത് കിട്ടിയെങ്കിൽ ഞാൻ ഇതില്ലെങ്കിൽ ഞാൻ നേരെ പാകിസ്ഥാനിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരക്കുള്ള ഒരാഴ്ച കഴിയുമ്പോൾ ഗോപാലൻ മാഷ് കൊണ്ട് നീ കൊണ്ട് പൂരി ചെയ്തു.
ആണെന്നത് ഞാൻ 4/7/68 ഗോപാലി പി സ്കൂളിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് 30/6 അവിടുന്ന് റിലീവ് ചെയ്യുന്നു പോലീസും. ചെറിയ സംശയമാണ്, ഈ പോലീസ് എത്ര വേദന ഉണ്ടായിരുന്നു? അന്ന് പിന്നെ ഏകദേശം 80 റുപ്യയും അലവൻസും ഉണ്ട്. അപ്പം നമുക്കെപ്പോൾ ഈ സാമ്പത്തിക ബെനിഫിറ്റിൽ അത് ഞാൻ പറയുന്നത് മറ്റു ലാഭമില്ലല്ലോ. പക്ഷെ വന്ന് തിരിച്ചുകൂടെ വന്ന് വെച്ചാൽ പാർട്ട് ടൈം 30 റുപ്യക്കാ ഭാഷ കൂടി എടുക്കുന്നു. അന്ന് പോയാൽ പിന്നെ അമ്മേനെ കാണില്ല. വന്ന് ഞാൻ തിരിച്ച് കഴിഞ്ഞ് 2 കൊല്ലാകുമ്പോൾ ഉടനെ അത് ഫുൾ ടൈമായി 71. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ 68 ചേർന്നപ്പോൾ 69-68 ഞാൻ ഈ പിള്ളേർ ഈ കലോത്സവത്തിൽ കൊണ്ടുപോകണം. ബാബ നാരായണ ഇവരൊക്കെ അവിടെ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് കലോത്സവത്തിൽ കൊണ്ടുപോയാൽ നമ്മുടെ ഭൂമിനാരായണ സ്മാർട്ടാണ്. അത് ഓരോ ഇതിലും മത്സരത്തിൽ പോയാൽ ഞങ്ങൾ സമ്മാനം ഗോപാലി പീസ് കൊണ്ട് മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ നാരായണോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുശാരിക്ക് 2-3 പിള്ളേരുണ്ട്, നമുക്കൊരു ഡ്രോയിങ് ക്ലാസ് തുടങ്ങിയാലോ. അങ്ങനെയാണ് നമ്മൾ ആദ്യം. അന്നേരം പറഞ്ഞ അത് പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സർക്കാർ ജോലിക്കാരനാണ്, നിങ്ങൾക്ക് സ്ഥാപനം നടത്താൻ പറ്റില്ല, ഞാൻ മാനേജ്മെൻറ്റാണ്, എനിക്ക് നടത്താം, പ്രൈവറ്റ് ട്യൂഷൻ മാനേജ്മെൻറ്റായിട്ട് പറ്റും, പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്നുണ്ടോ ഓനിങ്ങനെ ആക്കാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അസറാര മച്ചമ്പൽ ക്ലാസ് തുടങ്ങി. അസറാര മച്ചമ്പൽ ക്ലാസ് തുടങ്ങി. ആദ്യത്തെ പരീക്ഷയ്ക്ക് ഒരു സെറ്റിന് അയച്ചു. 69 നമ്മൾ തുടങ്ങിയത്. 70 ആദ്യത്തെ പിന്നെ ലോവറിൻ്റെ പോയി 71 ആയാൽ ഞാനും പാസ്സായി. നാട്ടം പറഞ്ഞില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ കുഞ്ഞാൾ തമ്പൂരി വരെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, പിന്നെ പരസ്യം എന്നുള്ള നിലയിൽ നമുക്കെന്ന് വെച്ചാൽ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ചില നമുക്ക് പ്രാദേശികമായിട്ടുള്ള ബോർഡ് വെച്ച്, പിന്നെ ക്ഷേത്രത്തിൻ്റെ പിന്നെ മുകളിൽ ഇതൊക്കെ പെയിൻറ്റിങ്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഏതായാലും സ്ഥാപനം ഉണ്ടല്ലോ. ഇങ്ങനെ ഞങ്ങൾ 2 ആളുകൾ തുടങ്ങി. ഇവരെ ഇപ്പോൾ നമ്മൾ ശിശുമാരെ എല്ലാവരും തമ്പൂരിയും പിന്നെ നാരായണ മുഷിലോട്ട് പെയിൻറ്റിങ് നമ്മളെ സമ്മേളനത്തിന് ഗേറ്റ്, പിന്നെ മല്ലോട്ടേക്ക് നമ്മൾ കാഴ്ചക്ക് ഇല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഫീൽഡിൽ കൂടെ അപ്പോൾ ഇവരെല്ലാവരും ഇടക്കിടക്ക് വീടും വന്ന് ഇവരെല്ലാം വന്ന് നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അന്നേരം ബാങ്കിൻ്റെ ബോർഡെല്ലാം ഞാൻ ശരിക്കും എന്നേപോലെ ഞങ്ങൾക്ക് ഒരു ആർട്ട് എന്നുള്ളൊരു സ്ഥാപനം നിലനിന്ന് കിട്ടിപ്പോയി. പക്ഷേ അവസാനം ആ വീട് പൊളിഞ്ഞു അസനാറ്. അപ്പോൾ ഞങ്ങൾക്ക് പുതുതായിട്ട് വേറൊരുക്കിലേക്ക് മാറാൻ ഇവിടെ സാഹചര്യം ഉണ്ടായില്ല. ഇപ്പം ഞങ്ങളുടെ ഈ പീരീഡിൽ ഞങ്ങൾ ഈ കുട്ടികളെ വളർത്തിയ ആ ഇതിനിടയിൽ ഞങ്ങൾ ഏകദേശം 300 ചില പോർട്രേറ്റ് ആർട്സ് പയ്യൻ്റെ പേരിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുകാലത്ത്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് എൻ്റെ വീട്ടിലുണ്ട്, ഡയറിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരും. അപ്പോൾ ആ സ്ഥാപനം കുഞ്ഞുങ്ങളുടെ ആദ്യമായിട്ട് ഒരു ചിത്രകലാ സ്ഥാപനം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. നാരാട്ടൻ അതിൻ്റെ ഹെഡ്, ഞാനതിൻ്റെ ഒരു ശിഷ്യനാണ്. കാരണം ഞാനൊരു ബാലപാഠം മാത്രമേ ഉള്ളൂ ഈ ചിത്രകലയിൽ, ബാക്കി ഇദ്ദേഹമാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് ഇന്ന് നമ്മൾ കുട്ടികളൊക്കെ നമ്മളോട് നല്ലൊരു നിലയിലാണ് പെരുമാറുന്നത്. ഞങ്ങൾ പഠിപ്പിച്ച അന്നത്തെ ഒരു ഗുരു ശിഷ്യ ബന്ധമുണ്ട്. അതിന് പുറമെ സമൂഹമായിട്ട് എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കോൽക്കളീൻ്റെ ആചാര്യനാണ്. 1960 ഈ ഒരാളും മാസം എടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എടുക്കും 57 years കഴിഞ്ഞ് വേറെ കളിക്കുകയാണ്. വൈകുന്നേരം കോൽക്കളി നമ്മളെ മല്ലപ്പള്ളി കൃഷ്ണൻ നമ്പ്യാർ, എടവം കൃഷ്ണൻ്റെ അച്ഛൻ്റെ മോനാണ്. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ അയോധന കലയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇരിക്കലും പിടിക്കലും കളിക്കലും. അപ്പം വേറെ പതൊന്നുമില്ല. വൈകുന്നേരമാകുമ്പം 1 മണിക്കൂർ കളിയാണ്. അത് നമ്മളെ പിന്നെ ബാലാട്ടൻ്റെ അടിക്കാതെ പിന്നെ കൊടക്കൽ ബാലൻ പേര്, JP ബാലൻ പേര്, ആ പറമ്പിൽ അതിൽ കൃഷ്ണൻ പേരെ കൂടെ അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങളവിടുന്ന് തുടങ്ങി 61 മുതൽ ഞാൻ കുട്ടികളെ ഒരു ബാച്ചിട്ട് പഠിപ്പിക്കാനാണ് 300 ചില കുട്ടികളെ പഠിപ്പിച്ചു. ആ 2018 എനിക്ക് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് തന്നു. വീണ്ടും നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ പല അമ്പലങ്ങളിലും പല വേദികളിലും ഈ കളി അവതരിപ്പിച്ച് അനുമോദനങ്ങൾ മുഴുവൻ സംഘടനകൾ എന്നെ അനുമോദിച്ചിട്ടുണ്ട്. 2020 ഫെലോഷിപ്പ് തന്നു. അപ്പോൾ ഇപ്പോൾ എന്താ ഇതിൻ്റെ അഭ്യാസം ഞാൻ പഠിച്ചാൽ പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഇതിൻ്റെ ഒരു ഗുരുക്കളാണല്ലോ ഈ ഇടവൻ കൃഷ്ണൻ നമ്പ്യാർ. മല്ലപ്പള്ളി പിന്നെ കൃഷ്ണൻ നമ്പ്യാർ എൻ്റെ ഗുരുവാണ്. അപ്പോൾ ആ ശിഷ്യത്ത് പിള്ളേരൊക്കെ സംഘടിക്കുമ്പോൾ ഞാനും എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ കുറച്ച് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഗുരുക്കളാക്കി, ബാക്കി ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ താഴം ശബ്ദം നിലയ്ക്കാവുമല്ലോ,
അതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, നീ ഇടം കിട്ടുന്ന അനിയനാണ്. അപ്പോൾ ഏട്ടനാണ് കൂടുതൽ കാര്യം പറയുന്നത് ഇല്ലല്ലോ. അങ്ങനെയാണ് എന്നെ ആ ഫീൽഡിലേക്ക് എത്തി. അത് ഏകദേശം ഇതുവരെ കഴിഞ്ഞ കൊല്ലം വരെ കൊണ്ടുപോയിരുന്നു. ഇപ്പം ഭാര്യ വെച്ചുകൊണ്ട് ഇപ്രാവശ്യം പോയിട്ട് ഇന്നൊരു കളി ഉണ്ടായി. അപ്പോൾ അത് പിന്നെ സമൂഹപരമായിട്ട്, പിന്നെ ഇവിടുത്തെ ആശുപത്രി കമ്മിറ്റി, പിന്നെ ഹൈസ്കൂൾ കമ്മിറ്റി, പബ്ലിക്കായിട്ട് നമ്മൾ പൊതുകാര്യത്തിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ശേഖര മെമ്മോറിയൽ വോളിബോൾ കളീൻ്റെ ക്ലബിൻ്റെ, പിന്നെ നാഷണൽ തിയേറ്റേഴ്സ് ഇവരെ നാടകമുണ്ട്, ലെക്ടേമ്പറുണ്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ പൊതുപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. എൻ്റെ പ്രവർത്തന മേഖലയും അതിലേ കൂടി ആയിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജനപിന്തുണയുണ്ട്. പിന്നെ സമൂഹത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു കടമയും കൂടെ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അതായത് പണിപ്പാട് മുതൽ ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിൽ വരെ രോഗികളെ കൊണ്ടുപോയ അനുഭവമുണ്ട്. അത് ഞാൻ ഇതായിട്ട് പറയുന്നല്ല, പക്ഷേ നമ്മളത് ചെയ്തു. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതിനെ പോയിക്കഴിഞ്ഞാലും ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആർട്ട് ലെവലിൽ ഇതിങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പോലെ അങ്ങനെ രണ്ടാമത് കുറേശ്ശെ ചെയ്യലുണ്ട്. പോർട്രേറ്റ് വന്നാൽ ചെയ്യും, വേറെ ഇപ്പോൾ വർക്കൊന്നുമില്ല. പോർട്രേറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നാമതിപ്പോൾ ഈ കമേഴ്ഷ്യൽ വർക്കൊന്നും ഇപ്പം കിട്ടുന്നില്ല. പിന്നെ അല്ലിപ്പോൾ ഈ ഡിജിറ്റൽ സിസ്റ്റം ആയാലും അപ്പോൾ അത് നമുക്ക് ആവില്ല. നമ്മളെല്ലാം വയസ്സുമായി നമ്മളെ കുട്ടികളൊക്കെ ഏകദേശം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിജുണ്ട് നാര പിന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. അത് പറയുമ്പോൾ മാഷർ ഇത് ഒരു പറഞ്ഞു ഒരു പക്ഷെ മാഷർ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് വിവാഹവും കുട്ടി അതും കൂടെ 1975 പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4/7/68 പോലീസിൽ നിന്ന് വന്ന് സ്കൂളിൽ ചേർന്നപ്പോൾ ഞാൻ പുതുതായിട്ട് വീട് നിർമ്മിച്ചു. പഴയ കെട്ടിടങ്ങളൊക്കെ കളഞ്ഞിട്ട് ചില്ലറ പൈസ സമ്പാദിച്ച് 3 പേരും കൊണ്ട് വീടെടുത്തു. 75 കല്യാണം കഴിച്ചു. 75 കല്യാണം കഴിച്ച് അതിൽ 3 കുട്ടികൾ, ഒരു മകനും 2 പെൺകുട്ടികൾ തൃക്കരപ്പുഴ കഴിച്ചിരിക്കുന്നു. പിന്നെ മകനെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ശിവായി പണിയെടുക്കുന്നുണ്ട്, മുമ്പോടുണ്ട്. മറ്റേ 2 കുട്ടികൾ ഒരുത്തി ബാംഗ്ലൂരുണ്ട്, ഒരുത്തി ഇപ്പോൾ ഇവിടെയുണ്ട്. അവിടെ കൊണ്ടുപോയത് മാത്രം സുനിൽകുമാർ. അതെ ഭാര്യൻ്റെ മരണ ശരി. അപ്പോൾ സൂചിപ്പിച്ചത് ഞാനില്ല ഇവിടെയാണ് അവസ്ഥ. അവരെന്തായാലും പ്രസ്ഥാനം അറിയില്ല കാര്യങ്ങൾ. എപ്പോഴും ഇപ്പം നമ്മുടെ പാത്രത്തിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ പ്രസ്ഥാനം എന്നു പോയി അതിങ്ങനെ പുള്ളിയാറുണ്ട് ആശ്രയം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പയ്യൻ എന്നുള്ള പേര് വന്നു വെച്ചാൽ ഒരു അച്ഛൻ പയ്യനാണ്. പക്ഷേ നാമകരണം വെച്ച് ചെയ്ത് വെച്ചാൽ ദ്വയാർത്ഥത്തിൽ കൂടെയാണ്. നമ്മൾ ഈ ആർട്ടിൽ പയ്യന്മാരാണ്. അതായത് ദ്വയാൻ തന്നെ വെച്ചുകൊണ്ടാണ് കേട്ടാ. അത് എങ്ങനെയൊന്നും വെച്ചാൽ നമുക്കല്ല. അതാ നമ്മളിപ്പം ബഹുരത്താണ്, അന്ന് എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുമുഖത്തിലെ ചിത്രകാരന്മാരെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമുഖം പാടാട്ടുണ്ടായിരുന്നു, വിരളൂരാകോട്ടം. കുഞ്ഞുമുഖത്തിലെ 2 ചിത്രകാരന്മാരാണ് നമുക്ക് അറിയപ്പെടുന്നത്. അവർ ഈ കുഞ്ഞുമുഖത്തെ സംബന്ധിച്ചൊരു സ്ഥാപനം നടത്തിയില്ല. പിന്നെ പൂർവികമായിട്ട് നമ്മുടെ പിന്നെ ശില്പികളുണ്ട്. പിന്നെ കുഞ്ഞിരാമൻ, ഈ പടോളി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ വെങ്കല ശില്പത്തിൽ പെട്ടതാണ്. ഇനി മാഷയിൽ പങ്കുവെക്കാനുള്ളത് പറഞ്ഞ പയ്യനാസിൻ്റെ അത് ഇനി കുടുംബ ജീവിതമാണ്. പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ആ സമയത്തുള്ള പഴയ കുഞ്ഞുമംഗലത്തിനെ കുറിച്ചൊന്നും ഓർമ്മിക്കാനുണ്ടായില്ല. കാരണം മാഷ് ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ ഭാഗമുണ്ട് 2 പേരും. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാലത്ത് കുഞ്ഞുമംഗലത്തെ ചരിത്രം കൂടെ പറയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് മാഷ കുടുംബം ചരിത്രത്തിൻ്റെ ഞാനൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ദാരിദ്ര്യാവസ്ഥ കുഞ്ഞുമംഗലത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ ഭയങ്കര ദാരിദ്ര്യാവസ്ഥയിലാണ്. എല്ലാ ദിക്കിലും പിന്നെ അധ്വാനിച്ചാൽ ജീവിക്കുക. സാധാരണ ഒരു കൈക്കോട്ടുകാരൻ ജോലിക്ക് പോയാൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണോ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആലോചിച്ച് നോക്കണം. സ്ത്രീകൾ ജോലിക്ക് പോയാൽ നെല്ല് കിട്ടൽ ഇന്ന് ഇല്ല, 2 ദിവസം. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൂലി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നാലേ ആളുള്ളൂ. അതൊരു വലിയ അവസ്ഥയാണ്. ജോലി ചെയ്താൽ അന്ന് കൂലിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ്. അപ്പം അന്ന് ഈ പൈസയുടെ ഭയങ്കര ഇതായിരുന്നു. അത് പറയൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇവിടെ നാടൊട്ടൊക്കെ ഉള്ള ദാരിദ്ര്യം വന്നത് എന്നാണ് പറയുക. നമ്മളെ കൊന്തമ്പലിൽ നിന്നാണ് പറയുക ആളുകൾ. റേഷൻ ഷാപ്പിൽ നിന്ന് ചോളം ചോളം
അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് റേഷൻ ഷാപ്പിൽ നിന്ന് അതാ കിട്ടുക. കാരണം അരി മേടിക്കാനുള്ള അവസ്ഥയില്ല ദാരിദ്ര്യം കൊണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്ത കാലഘട്ടം ആയിരുന്നു. അത് എഴുതി കുത്തിയിട്ട് ചൂടി കളഞ്ഞിട്ട് ചൂടി കളഞ്ഞിട്ട് തിന്നലാണ്. പിന്നെ ഈ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും തന്നെ അന്ന് മാറ്റം ഉണ്ടാവുന്ന ഈ മലേഷ്യയിലുള്ള അവരെ ഒരു കാശ് വരുമ്പോൾ ഒക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആണ് കുറച്ച് വീടുകളിൽ ഒരു ബനിയൻ കിട്ടാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. ആരുടെ മലേഷ്യയിൽ നിന്ന് വന്നവരുടെ ഒരു ബനിയൻ കിട്ടാൻ വേണ്ടിയിട്ട് പോലും അയച്ചിട്ടുണ്ട്. നല്ലൊരു വസ്ത്രം ഇടാൻ ആർക്കും ഇല്ല. അന്നത്തെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദരിദ്രവാസികളാണ്. അതാണ് വേറെ ഒരു വലിയ പൈസ ഗോപാൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയാളൊരു ചോദ്യം ചോദിച്ചിരുന്നു. നെല്ലുകുത്തിയ അരിയുടെ ചോറുണ്ടിട്ട് വരുന്നവരാരാണ്? ഒറ്റക്കുട്ടി എഴുന്നേറ്റു. ആയിരുന്നു പറഞ്ഞാൽ പാനക്കാരൻ മണിക്കറുടെ മോൾ, എൻ്റെ ക്ലാസ് പഠിച്ച കുട്ടിയാണ്. നെല്ലുകുത്തി അവർ പുറത്തുനിന്ന് എരി പഠിക്കില്ല. നമ്മൾ കൊത്തപ്പല്ലും മറ്റേത് വല്ലതും തിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അവർക്ക് ഉണ്ട് കൃഷിയുണ്ട്, കൃഷി ചെയ്യുന്ന. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം അധ്യാപകൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളും വളരെ ദയനീയാവസ്ഥയിലാണ്. ഗോപാൽ പി സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ ചേരോളി മില്ലിൻ്റെ അവിടെ ചക്കരക്കിഴങ്ങ് പുഴുകിയത്, ചക്കര കാപ്പി. കുഞ്ഞുങ്ങൾ നേരെ പാഞ്ഞു പോയിട്ട് അതോ അരയണക്ക് മുക്കാലിനി. അതാണ്. ആരും ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകാറില്ല. വൈകുന്നേരം ഒന്ന് കഴിച്ചിട്ട് പോകാറാണ്. അങ്ങനത്തെ സമ്പ്രദായം ഇല്ലല്ലോ അതിനുശേഷം അവിടെ. അതല്ലേ ഏത് കാലത്ത് ശേഷം അങ്ങനത്തെ ഒന്നും വളരെ ദയനീയം. പോവൽ അതിന് ശേഷം വന്നതല്ലേ. 63 പിന്നെ 53 കഥയായ പറഞ്ഞ 53 അന്നേരം ഈ മലേഷ്യയിലേക്ക് ഒരുവരും പോകാറുണ്ട്. എല്ലാവരും പോകാറുണ്ട്. പിന്നെ സീലോണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മലേഷ്യ എന്ന് കേട്ടിരുന്നു. എൻ്റെ അച്ഛനും മലേഷ്യയിൽ പോയി. മലേഷ്യക്കാരാണ് നമ്മൾ ഗ്രാമത്തിലധികം. എൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കുടുംബജീവിതമായിരുന്നു. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാർ കല്യാണം കഴിച്ചു. ഒരാൾക്ക് 4 കുട്ടികൾ, മറ്റേ വേറെ ആക്കും 4 കുട്ടികളും. ആ കുട്ടികളെ ബാധ്യത എന്നിലേക്ക് വന്നിരുന്നു. അവരുടെ വിദ്യാഭ്യാസം ഇത്. ഒരു ഇളയ മകൾക്ക് സ്വത്തുണ്ട്, അത് കിഴക്കാണ്. മൂത്ത മകൾക്ക് സ്വത്ത് ഇല്ല. ഭർത്താവിൽ നിന്ന് ഉള്ള ആനുകൂല്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാ മൂത്ത മകളും കുട്ടികളും എല്ലാം ഇവിടെയാണ്. അപ്പോൾ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ഞാൻ ഒരു ജോലിയുള്ള സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ഡൗറിയും ഇതെല്ലാം കിട്ടുന്ന കാലഘട്ടമാണ്. അത് കിട്ടിയത് കൊണ്ട് എനിക്ക് കുടുംബത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് വേണ്ടത് അന്നന്ന് ജീവിക്കാനുള്ള സമ്പാദ്യം വേണം. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. 69 ഞാൻ കല്യാണം കഴിക്കുന്നു. എനിക്ക് അതിനു മുമ്പ് എൻ്റെ മരുമക്കളെ കല്യാണം കഴിച്ച് അയപ്പിക്കലാണ് എൻ്റെ ജോലി. പ്രധാന ജോലി അവരെ കല്യാണം കഴിച്ചിട്ട് അയപ്പിക്കലാണ്. എനിക്ക് 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. അവർ 2 പേരുടെ ഇന്ന് മകള് ടീച്ചർ, മകൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സ്റ്റേറ്റ് മാസ് മീഡിയ ഓഫീസറായിട്ട് തിരുവനന്തപുരത്താണ്. അവർ 2 പെൺകുട്ടികൾ. മറ്റേത് മകള് ടീച്ചർ, അവളെ ഭർത്താവ് പ്രിൻസിപ്പാളാണ് ഒരു സ്കൂളിൽ. അവൾക്ക് 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. പെണ്ണ് MBBS കഴിഞ്ഞ് ഇപ്പോൾ ഹൗസ് സർജൻസി. മകൻ പൂന എഞ്ചിനീയറിംഗ് വിഭാഗം, റിസർച്ചാണ്. അങ്ങനെ സുഖമായിട്ട് പോകുന്നു ഫാമിലി. അന്നത്തെ വലിയ ബാധ്യത ഇല്ല, കുറച്ച് ഒഴിവുണ്ട്. മാഷ് വളരെ സജീവമായിട്ട് നാടകങ്ങളിലും ഉണ്ട്. ഞാൻ തന്നെ മാഷ് നാടകം കണ്ടിട്ടുണ്ട്. നാടകാനുഭവങ്ങളും ആ കലാസമിതിയുടെ ബന്ധങ്ങളൊന്ന്
നാടകം കുഞ്ഞുമംഗലം നാഷണൽ തിയേറ്റേഴ്സ് എന്നുള്ള ഒരു കലാസമിതിയാണ് ഇവിടെ. കൊല്ലം പറയാനില്ല. ഇവർക്ക് അന്ന് ഞങ്ങളൊരു 4-5 നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ജീവിതം ഒരു കൊടുങ്കാറ്റ് എന്നുള്ള നാടകമായിരുന്നു ദേവദാസിൻ്റെ ആദ്യം. അത് ടിക്കറ്റ് വെച്ചിട്ട് കളിച്ചിരുന്നു, പിന്നെ അല്ലാതെ കളിച്ചിരുന്നു. അതിൽ പറയുമ്പോൾ ലേശം ഒരു രാഷ്ട്രീയം പറയേണ്ടി വരും. CL ജോസിൻ്റെ നാടകം മാവത്ത് വയലിൽ കളിക്കുന്നു. മേക്കപ്പ് ചെയ്യൽ അവിടുന്ന് മാതമംഗലം ടൗണിൻ്റെ ഒരു മച്ചിൻ്റെ പോണെന്ന് എന്നിട്ട് നടന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം. മാതമംഗലം കുഞ്ഞികൃഷ്ണൻ പ്രസംഗിക്കുന്നു. പ്രസംഗിക്കൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു. അയാളുടെ പ്രസംഗം അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം ഉള്ളതെല്ലാം മാഷന്മാരാണ്. കുഞ്ഞിരാം മാഷ്, ഞാൻ, നമുക്കൊന്നും രാഷ്ട്രീയം പാടില്ല. അത് സർക്കാർ സ്കൂളിൽ പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാൾ അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ തീർപ്പുകാരൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടില്ല. ഗോവിന്ദനെ ഈ ചീത്ത പറച്ചിൽ കേൾക്കുമ്പോൾ പറഞ്ഞു, ഞാൻ കളിക്കില്ല. എന്നിട്ട് മാഷ് പറയുന്നു, എന്തൊട്ട് നീ പറയുന്നത് വിജയമാഷ്, അയ്യോ നോട്ടീസ് പഠിച്ച് മേക്കപ്പും ചെയ്തിട്ട് നിൽക്കും, അതൊന്നും പറ്റില്ല. നിങ്ങൾ പറഞ്ഞാ രാഷ്ട്രീയ പാർട്ടിയിൽ അടിക്കാമെന്ന്. ഞാനൊരു പാർട്ടി മെമ്പറാണ്, ഞാനറിയണ്ടേ എൻ്റെ. ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് പറഞ്ഞു, നീ ഇല്ല, അയ്യോ ഞാൻ കളിക്കില്ല നാടകം, ഇയാൾ എന്താ വിചാരിച്ചതിന് എന്നെ പറ്റിയിട്ട് പറഞ്ഞു. ഒരു അവസാനം വിജയമാഷെ കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് ഞാനും കളിക്കാമെന്ന്. ഇത് അയാൾ വന്നു. അങ്ങനെ എല്ലാവരും ഇത് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടി ബാക്കിൽ വന്ന് നിൽക്കും പറയും ഇയാളെ പ്രസംഗം കേൾക്കുന്നിരുന്നു. മേക്കപ്പ് കൂട്ടിയിട്ട് കയറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതിൽ. പക്ഷേ ഇവിടെ എത്ര പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള പല ആളുകൾ ഉണ്ടായിട്ടും അന്ന് ന്യൂനപക്ഷമായിട്ടുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകരാണ് വാസ്തവത്തിൽ ഇതിൻ്റെ സജീവം. അന്ന് അയാളാണ്, അയാൾക്കൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടുമാണ്. ഞങ്ങളെല്ലാം അതിൽ നമ്മൾ കാണുന്നില്ല. നമ്മളൊക്കെ അന്ന് ഇടത് ചിന്താഗതിക്കാരാണ്. മറ്റുള്ളവരെല്ലാം കുഞ്ഞിരാം മാഷ്, ശ്രീധരൻ മാഷ്, നമ്മളെ കുഞ്ഞിരാമൻ, കൽപ്പണി ഉന്നത്ത് കുഞ്ഞിരാമൻ, കുഞ്ഞാമൻ. അപ്പോൾ ഒക്കെ മറ്റാണെങ്കിലും ഇയാളാണ് അന്ന് ഇങ്ങനൊരു കലാസമിതി കൊണ്ടുവരാനുള്ള കാരണമായത്. കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന CL ജോസിൻ്റെ നാടകമായിരുന്നു അരിവെടുക്കുക. CL ജോസിനെ പ്രിഫർ ചെയ്യുന്ന ഇതിലാണ് നീ വിചാരിച്ചാൽ അന്ന് സ്ത്രീകളെ കിട്ടാൻ വളരെ പ്രയാസമാണ് അഭിനയിക്കാൻ. അപ്പോൾ അയാളുടെ നാടകത്തിൽ 1-2 സ്ത്രീകളെ ഉണ്ടാവും. അതുകൊണ്ട് ആ നാടകം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്തിച്ചേരും. സ്ത്രീ തൊഴിലുകളും പേര്. ഭൂമിയിലെ മാലാഖയാണ് ആദ്യം അഭിനയിച്ചത്. അതിലൊരു ബേബി എന്നുള്ള ഒരു പാർട്ടായിരുന്നു എനിക്കുള്ളത്. തുടർന്ന് ഒരാൾ കൂടി കള്ളനായി. പിന്നെ ഭൂമിയിലെ മാലാഖർക്ക് നല്ല നടന്നില നിലയിലുള്ള ഒരു ഇത് കിട്ടിയിരുന്നു. നമ്മളെ സമിതി പുറത്തുള്ള ആൾ. പിന്നെ ജീവിതം ഒരു കൊടുങ്കാറ്റാണ്. കാക്കപ്പൊന്ന് എന്നുള്ള നാടകം ഞങ്ങൾ ഇവിടെ അഭിനയിക്കണമെന്ന് ഞാൻ വിചാരിച്ച് ഞാനൊരു സംരംഭം നടത്തിയിരുന്നു. അത് പിന്നെ അന്ന് സാധിച്ചില്ല. അത് കാരണം ഞാൻ കൽപ്പകഞ്ചേരി ഉള്ള സമയത്ത് അവിടെ ആനുവൽ ഡേക്ക് അവിടെ അഭിനയിച്ചിരുന്നു. അതിലൊരു പൊട്ടൻ ഇതിൻ്റെ വേഷമായിട്ട് അഭിനയിച്ചിരുന്നു. അത് അഭിനയിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിനടുത്ത് ആദവനാട് എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണന്മാരുടെ ഒരു കലാസമിതി, അവർ ഇതേ വേഷം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ അവർ ക്ഷണിച്ചിരുന്നു. ആദവനാട്
അവിടെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയില്ല. അവർ പ്രൊഫഷണൽ നാടകവേദിയാണ്. പിന്നെ ഇത് കുഞ്ഞുമകലും വിജയമാഷയുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ്. ഞങ്ങളെല്ലാം അതിലൊന്നും ഒരു വേതനവും ആരും ചെലവിറക്കിയിട്ടില്ല. എല്ലാം അദ്ദേഹം തന്നെയാണ്. പപ്പൻ മാഷ് രംഗ സജ്ജീകരണം അതിൻ്റെ പിന്നണി അത് മേക്കപ്പിൻ്റെ അല്ല മേക്കപ്പിന് വേറെ ഒരാൾ ഉണ്ട്. ഞങ്ങൾ ഒരു നാടകം അഭിനയിച്ചപ്പോൾ കോട്ടത്ത് അഭിനയിക്കുന്ന നാടകമാണ്. തുടങ്ങുമ്പോൾ തന്നെ വൈകി ബെല്ലടിച്ച ഉടനെ കർട്ടൻ പൊങ്ങുമ്പോൾ ആദ്യം രംഗത്ത് വരേണ്ടത് താടി വെച്ചിട്ടുള്ള കുഞ്ഞിരാമാഷാണ്. ഒരു മെഴുകുതിരി കത്തിച്ച് കുഞ്ഞിരാമാഷ് രംഗത്തേക്ക് വരുമ്പോൾ സൈഡ് കർട്ടൻ്റെ അടുക്ക് വരുമ്പോൾ താടി കത്തിപ്പ് ഉടനെ കർട്ടനിട്ടു. ആളുകൾ കൂക്കലും വിളി ഇത്രയും സമയം വൈകിട്ട് ഇനി ആദ്യം സമയം എടുക്കണമെന്ന്. ഇത് താടി വെച്ച് കെട്ടേണ്ട സമയം ആദ്യം വെക്കേണ്ട സമയം വേണ്ടി വന്നു. അതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് അറിയാത്ത പല രഹസ്യങ്ങളും ആ നാടകർക്ക് പിന്നിലുണ്ട്. അത് വല്ലാത്ത അനുഭവമായിപ്പോയി. അത് ഈ CM ജോസിൻ്റെ അല്ലാതെ അത് കാക്കപ്പെണ്ണ് അതെല്ലാം അയാളതല്ല ഒന്നുമില്ല. അന്ന് നാടകത്തിലും സ്ത്രീവേഷങ്ങൾ പുരുഷന്മാർ കിട്ടതായിരുന്നു. പിന്നീടായിരുന്നു അത് നന്നായി സ്ത്രീവേഷം കിട്ടുമെന്നും അതുപോലെ നമ്മളെ പിന്നെ നാടക ഹാർഡ്വേഴ്സിലത്തെ ശ്രീനാരായണ ഹാർഡ്വേഴ്സ് നന്നായി അവരിലൊക്കെ അതിൻ്റെ പുറകിൽ മാധവ മാഷാണ്. ഈ വെള്ളാരിക്കര മാധവ മാഷ് തളരാതെ ഒരു വല്ലാത്ത വരികയാണ്. നാടകം ഞങ്ങളുടെ ഡയറക്ഷൻ വാരിക്കര മാധവൻ നായനാറാണ്. അതൊരു ആളുകളെ ഇത്രമാത്രം ആകർഷിക്കപ്പെടുന്ന ഒരു അധ്യാപകൻ ഒന്നുമില്ല. എല്ലാ സർവകല വല്ലഭൻ തന്നെയാണ്. ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയും, പാടെടുക്കുമ്പോൾ നമ്മൾ ESLCയുടെ സമയത്ത് പറയും, ഞാൻ ഓരോരുത്തൻ്റെ വീട്ടിലും ഞാൻ എത്തും സദ്യ കഴിഞ്ഞാൽ ആരൊക്കെ വായിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ പ്രചോദനം കൊടുക്കുന്ന ഒരു അധ്യാപകനുണ്ടല്ലോ. അതാണ് ചില ദിക്കിലില്ലാതെ പോയി പിറ്റത്തെ ക്ലാസ്സിൽ എന്താ ഇത്ര മണിക്ക് നീ എന്ത് വായിച്ചു? അപ്പോൾ അയാൾ അതിലെ ടോപ്പിക്ക് പറയും, നീ ഇതല്ലടാ വായിച്ചത്, അത് മാത്രം കേട്ടാൽ മതി കുട്ടികൾക്ക്. പിന്നെ അവരുടെ സാഹചര്യവനും വായിക്കും. അപ്പോൾ ഒരാളെ പറ്റി ചോദിക്കത്തില്ല. അത്രമാത്രം ഈ കുട്ടികളുടെ ഒരു അധ്യാപനം കാണാൻ പ്രയാസം. ജ്വലന ഇവിടെ ആണെന്ന് തോന്നുന്നു. കോട്ടത്ത് നമ്മൾ രാഘവമാഷ ആദ്യം തുടക്കാൻ ഇതിലെ കൂട്ടിയതാണ്. സ്വന്തമായിട്ട് നടനായും എല്ലാം ആയത് അതിനുശേഷമാണ്. അയാൾ ഡയറക്ടർ വരെ ആയി. സജീവമായി വളരെ സജീവമായി. അന്ന് പേടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രംഗപ്രവേശനം. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് കളിച്ചോന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്നീട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല സൗണ്ട് മാഷ് പിന്നെ പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാൻ ജോലി കണ്ടെത്താൻ പോലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അധ്യാപകർ തന്നെയാണ് ഇപ്പോഴും ഇവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. സർക്കാർ വേണ്ടിയിട്ട് ഒരുപാട് നന്ദി.